പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഉദയാസ്തമന അടിയന്തരം വിവിധ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രം പ്രസാദമായ അപ്പമുണ്ടാക്കാനായി ഉദയത്തിന് കാര വെച്ച് അസ്തമനത്തിന് കാര വാങ്ങലാണ് പ്രധാന ചടങ്ങ്. വൃശ്ചികം 17-നും 18-നുമാണ് പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ടെ ഉദയാസ്തമന അടിയന്തരം. മറ്റ് മുച്ചിലോടുകളിൽ നിന്നും വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള ക്ഷേത്രത്തിൽ വൃശ്ചികം 9-ന് വാഴക്കുല കുത്തൽ ചടങ്ങോടുകൂടി ആചാരസ്ഥാനികരുടെ വ്രതം ആരംഭിക്കും. ഉദയാസ്തമനം കളിയാട്ടത്തിന്റെ പ്രാധാന്യത്തോടുകൂടിയാണ് ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. വൃശ്ചികം 9-നാണ് വാഴക്കുല കുത്തൽ അടിയന്തരത്തോടു കൂടിയാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. കളിയാട്ടത്തിന് അതേ പ്രാധാന്യം തന്നെ ഈ ചടങ്ങിനുമുണ്ട്. അതേപോലെ വായക്കാർ തലേ ദിവസം വ്രതം ഇരുന്ന് ഇന്ന് രാവിലെ ഉദയത്തിന് മുന്നേ കാര വെച്ച് കലശം കുളിച്ച് ഉദയത്തിന് മുന്നേ കാര വെച്ച് അസ്തമനത്തിന് കാര വാങ്ങുന്നൊരു ചടങ്ങാണിത്. ഏകദേശം നമ്മളിവിടെ വരുന്ന എല്ലാ കുടുംബങ്ങൾക്കും വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ ഈ നിർമ്മാല്യം കൊടുക്കും. അതുപോലെ വൈകുന്നേരം ഒരു 10 മണിക്ക് അരങ്ങിലടിയന്തരം ഉണ്ടാവും. വൃശ്ചികം 16 മുതൽ മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ബാല്യക്കാർ വ്രതം ആരംഭിക്കും. പുലർച്ചെ ഉദയത്തിന് കാര വെച്ച് അസ്തമനത്തിന് കാര വാങ്ങലാണ് ഉദയാസ്തമനം. ഉദയാസ്തമനം എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ട് പറയുന്നത് കളിയാട്ടത്തിൽ പാതി എന്നാണ് നമ്മളെ ഈ ചടങ്ങ്. ഇന്നത്തെ ചടങ്ങ് പറഞ്ഞാൽ ഈ ബാല്യക്കാർ തലേന്ന് വ്രതം എടുത്തു. രാത്രി അവർ കലശം കുളിച്ച് വന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് ഇന്ന് രാവിലെ ചായ കുടിക്കും. ആ ചായ കുടിച്ച് അപ്പോൾ നമ്പൂതിരിയുടെ വന്ന് പുണ്യാകം കുളിച്ച് പിന്നെ അവരെ ആ നിർമ്മാല്യത്തിൻ്റെ ആ ഭാഗമെല്ലാം പിന്നെ അവർക്ക് ഈ ചടങ്ങിൽ നിർമ്മാല്യം ആയതിൻ്റെ ശേഷം ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് നിർമ്മാല്യം കൊടുത്ത് ഇവിടുന്ന് കുറി വാങ്ങിച്ച് നിർമ്മാല്യം വാങ്ങിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് വൈകുന്നേരം ഭക്ഷണം. ഇവിടെ അനുബന്ധിച്ചിട്ട് രാത്രി ഒരു 10 മണിക്ക് അരങ്ങിൽ അടിയന്തരം ഉണ്ട്. ഈ അരങ്ങിൽ അടിയന്തരമുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റിൻ്റെ പുറമേലെ ആധാരക്കാർ അവർക്കെല്ലാം നിർമ്മാല്യം കൊടുക്കും. കോയിമ്മമാർ, ആചാരസ്ഥാനികർ, ബാല്യക്കാർ, കുടുംബാംഗങ്ങൾ എന്നിവർക്ക് നിർമ്മാല്യം നൽകലും പ്രധാന ചടങ്ങാണ്. രാത്രിയിൽ അരങ്ങിലടിയന്തരവും നടക്കുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.